ഹായ് മക്കളെ, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കുടുംബത്തിൽ കുറേ അമ്മാവന്മാരുടെ വാട്സപ്പിലെ കോളും മെസ്സേജൊക്കെ. സംഭവം എന്താണെന്ന് നോക്കുമ്പോൾ ഞാൻ വീണ്ടും ഫേമസ് ആയിട്ടുണ്ട്. പത്രത്തിൽ വിത്ത് ഫോട്ടോ വാർത്ത വന്നിട്ടുണ്ട്. സ്കൂളിൽ പോകരുതെന്ന് യൂട്യൂബറുടെ ആഹ്വാനം. ഈ വാർത്തേൻ്റെ കട്ടിങ് കിട്ടും ഇത് ഏത് പത്രം എന്ന് മനസ്സിലായി. ആദ്യം ഞാൻ കരുതിയ വല്ല മഞ്ഞപ്പത്രമായിരിക്കുന്നു. പിന്നെയാണ് മനസ്സിലായത് നമ്മളുടെയൊക്കെ പ്രശസ്തമായ മാതൃഭൂമി പത്രത്തിലെ ഈ വാർത്ത വന്നതാണ്. അത് ഈ മഞ്ഞപ്പത്രമാണെന്നുള്ള കാരണത്തിൽ ഒന്നാമത്തെ സംഭവം എന്താ വെച്ചാൽ ഇതേപോലത്തെ ഒരു വീഡിയോ എജ്യൂപോർട്ടിൻ്റെ യൂട്യൂബ് ചാനലിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ പ്രമുഖ വിദ്യാഭ്യാസ ചാനലിലും വന്നിട്ടുണ്ട്. ആൻഡ് അതൊന്നും ഇയാൾ കണ്ടിട്ടില്ല. എജ്യൂപോർട്ട് മാത്രമേ കണ്ടത്. അത് ചിലപ്പോൾ എന്തായിരിക്കും, ഞങ്ങളിപ്പോൾ ഇവർക്ക് പരസ്യമൊന്നും കൊടുക്കുന്നില്ലല്ലോ, അതിൻ്റെ ഒരു ഇതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ച ഭാഷ അയാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ മഞ്ഞപത്രങ്ങളാണ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുള്ളത്. ആൻഡ് ലാസ്റ്റായിട്ട് ഇങ്ങനൊരു വാർത്തയൊക്കെ കൊടുക്കുമ്പോൾ പൊതുവെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനമൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് വിളിച്ച് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്ന് സാധാരണ ചോദിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ഈ ഒരു കേസിൽ അതും സംഭവിച്ചിട്ടില്ല. അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അതായത് അവരാര് പറഞ്ഞിട്ടാണ് ഈ വാർത്ത കൊടുത്തെങ്കിലും ഈ വാർത്തയിൽ പറഞ്ഞ കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്ത് ചെയ്യണം, എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്കിത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലും പ്രത്യേകിച്ച് നിങ്ങളുടെ പാരൻസിലേക്ക് എത്തിക്കണം. കാരണം അവരാണല്ലോ ഇപ്പോൾ ഈ മാതൃഭൂമിയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം അല്ലേ. സ്കൂളിൽ പോകരുതെന്ന് യൂട്യൂബറുടെ ആഹ്വാനം. ജി രാജേഷ് കുമാർ, പത്തനംതിട്ട. മാർച്ചിൽ പരീക്ഷ വരുന്നതിലാണ് ഇനി സ്കൂളിൽ പോയി സമയം പാഴാക്കരുതെന്ന് യൂട്യൂബ് ചാനലിലൂടെ കുട്ടികളോട് ആഹ്വാനം. വിദ്യാഭ്യാസ പ്രക്രിയയെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ വന്നത് എജ്യൂപോർട്ട് എന്ന യൂട്യൂബ് ചാനലിലാണ്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളോടാണ് അവതാരകന്റെ ഉപദേശം. ഇനി വീട്ടിലിരുന്ന് പഠിക്കാം എന്ന തലക്കെട്ടിൽ 12 ദിവസം മുൻപാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഹയർ സെക്കൻഡറിയിൽ മാത്രമല്ല കേട്ടോ, SSLC ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പറയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 12 ദിവസം മുമ്പാണ്. അതായത് സ്കൂൾ പോർഷൻസ് ഒക്കെ കഴിഞ്ഞ് കുട്ടികൾ ലാബും അതൊക്കെ ആയിട്ട് ഒന്നും പഠിക്കാതെ ഇനിയും 50-60 ചാപ്റ്റേഴ്സ് എന്നുണ്ട് +2 മക്കൾക്കൊക്കെ പഠിക്കാണ്ട്. അപ്പം ഇനി ലീവ് എടുത്ത് വീട്ടിലിരുന്ന് പഠിച്ചാൽ പ്രശ്നമുണ്ടോ എന്ന് കുട്ടികൾ നമ്മളോട് ചോദിച്ചപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ആൻഡ് ഈ വീഡിയോയുടെ ഏറ്റവും തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്നിത് കേൾക്കണം കേട്ടോ. മൊത്തം വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കമൻറ്റിൽ പിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ആ വീഡിയോ കാണണം. ഈ ഒരു ഉദ്ദേശത്തിലാണ് ഞാനത് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം നോക്കി കേട്ടോക്കെ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യോ നിങ്ങൾ നോക്കണം കേട്ടോ. അതായത് ഒരുപാട് കുട്ടികൾ എനിക്കറിയാം, ചിലപ്പോൾ നിങ്ങളൊക്കെ തന്നെ അതുപോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്കൂളിൽ പോകുമ്പോൾ രാവിലെ 8 മണിക്ക് ഇറങ്ങി വൈകുന്നേരം 5 മണിക്കായിരിക്കും തിരിച്ചെത്തുക. അവിടുന്ന് കാര്യമായിട്ടൊന്നും നടക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സമയമാണ് മിസ്സാവുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും വീട്ടിലിരുന്ന് പഠിച്ചാൽ കുറേ പഠിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. പക്ഷേ ഒരുപാട് കുട്ടികൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഫോണിൻ്റെ ഈ ഒരു പ്രശ്നം കൂടെ ഉള്ള സമയത്ത് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോയിട്ട് സ്കൂളിൽ പോവുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇപ്പം മൊത്തം ഫോണിലായി പോകുന്നുണ്ടോ എന്നുള്ള പ്രശ്നം നിങ്ങൾ എന്ത് ചെയ്യണം, ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ഒരു ദിവസം നിങ്ങൾ ലീവ് എടുത്തിട്ട് നിങ്ങൾ നോക്കുകയാണ്, ഞാനൊരു 4 മണിക്കൂർ ഫോൺ കളിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ ലീവ് എടുക്കേണ്ടതില്ല കേട്ടോ. കാരണം അതാണ് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് അതിൽ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്നതിനേക്കാളും നല്ല വീട്ടിലിരുന്ന് പഠിക്കാൻ തോന്നുകയാണെങ്കിൽ ലീവ് എടുത്ത് നോക്കുക. എന്നിട്ട് ഒരു ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. മിക്കവാറും ഫോണൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ എന്തായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സ്കൂളിൽ തന്നെ പോകണം എന്നാണ് ഏറ്റവും തുടക്കത്തിൽ തന്നെ ഞാൻ അതിൽ പറയുന്നത്. പിന്നെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന വീഡിയോയെ കുറിച്ച് അധ്യാപകർക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ട്. മിസ്റ്റർ സ്വന്തം ലേഖക, അതായത് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒത്തിരി അധ്യാപകരോട് സംസാരിക്കാണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നൊരു കാര്യം, ഇനി പോർഷൻസ് ഒക്കെ കഴിഞ്ഞില്ല, ഇനി കുട്ടികൾ എങ്ങനെ പഠിച്ചാലും നമുക്ക് പ്രശ്നം, സ്കൂൾ വന്നിട്ടോ വീട്ടിലിരുന്നിട്ടോ തലകുത്തിയിരുന്നാലും അവർ പഠിച്ചാൽ മതി, പഠിക്കുന്നുണ്ടല്ലോ ഹയർ എന്നാണ് എന്തുള്ളത് ആ ടീച്ചേഴ്സൊക്കെ പറയും. അതായത് കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് അവർക്ക് മാർക്ക് കിട്ടലാണ് സ്വന്തം ഈഗയേക്കാൾ വലുതെന്ന് കരുതുന്ന എല്ലാ ടീച്ചേഴ്സ് ഇങ്ങനെ തന്നെ പറയുള്ളൂ. അവർ പഠിക്കുകയാണെങ്കിൽ എന്തായിട്ടോ ലീവ് എടുത്തോട്ടെ എന്നുള്ളത്. ഇനി അടുത്തത്, സ്കൂളിൽ പോകാതിരുന്നാൽ ഹാജർ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടെന്നാണ് അവതാരകന്റെ വിശദീകരണം. ഹാജരില്ലാത്തതിന്റെ പേരിൽ ഒരു സ്കൂളിലും കുട്ടികളെ പരീക്ഷ എഴുതിക്കാത്ത സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഇയാൾ പറയുന്നു. ഇത് ഞാൻ വ്യക്തമായിട്ട് ഇതിന്റെ കാൽക്കുലേഷൻ ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ 80% ആണ് അറ്റൻഡൻസ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും 5 ദിവസമല്ലേ ക്ലാസ് ഉള്ളത്. അതിൽ 4 ദിവസം എല്ലാ ആഴ്ച ഒരു ദിവസം നിങ്ങൾ ലീവ് എടുത്ത് 4 ദിവസം മാത്രമാണ് പോയതെങ്കിലും നിങ്ങളുടെ അവസാനം എന്തായിരിക്കും, നിങ്ങൾ അറ്റൻഡൻസ് 80% എത്തുക. അപ്പം അങ്ങനെ ലീവ് ഒന്നും ഈ മക്കളൊന്നും എടുത്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അവസാനം കുറച്ച് ലീവ് ഒരുമിച്ച് എടുത്താൽ എന്താണ്, അറ്റൻഡൻസ് താഴെ പോകില്ല എന്നാണ് ആ പറഞ്ഞത്. അതാണ് എന്ത് ചെയ്തത് ഇങ്ങനെ വളച്ചൊടിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല ഈ സംഭവമാണ് എനിക്ക് ഭയങ്കര സങ്കടം. അതായത് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ സ്കൂളിൽ പോയാൽ പഠിക്കാനുള്ള സമയം നഷ്ടപ്പെടുമെന്നാണ് ഇയാളുടെ കണ്ടെത്തൽ. വീട്ടിലിരിക്കുന്നതിൻ്റെ കാരണം രക്ഷിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിലാണ് കുട്ടികളുടെ വിജയമെന്നാണ് മറ്റൊരു ഉപദേശം. സ്കൂളിൽ വരുന്നില്ലെന്ന് രക്ഷിതാക്കളെ കൊണ്ട് അധ്യാപകരെ വിളിപ്പിക്കുന്നത് നല്ലതാണ്, നല്ല സുഖമില്ലെന്നോ മറ്റോ പറഞ്ഞാൽ മതിയാവും എന്നിങ്ങനെയാണ് ഇയാളുടെ മറ്റുപദേശങ്ങൾ. ഏറ്റവും ആദ്യം ഞാനൊരു കാര്യം പറയാം. ഞാൻ
കേരളത്തിലൊരു സാധാ സ്കൂൾ പഠിച്ചിട്ട് +2ൻ്റെ കൂടെ തന്നെ JEE ക്ലിയർ ചെയ്തിട്ട് കോഴിക്കോട് NITയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തതാണ് എനിക്ക് അങ്ങനെ ഒരു കോഴ്സിലേക്ക് എത്താൻ പറ്റും. എന്ന് മാത്രമല്ല, ഇപ്പം ഇതിൽ വീഡിയോ കാണുന്ന ഒരുപാട് പേരൻസ് ഉണ്ടാവും, നിങ്ങളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ എക്സാമിൻ്റെ സമയത്തൊക്കെ ലീവ് എടുത്ത് പഠിച്ചിട്ടില്ലേ അവസാനത്തെ സമയത്ത്? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ സ്കൂളിൽ പോയാൽ പഠിക്കാനുള്ള സമയം നഷ്ടപ്പെടുന്നതാണ് ഇയാളുടെ കണ്ടെത്തൽ. പരീക്ഷ അടുപ്പിക്കുമ്പോഴൊക്കെ എല്ലാവരും ലീവ് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ലീവ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ലായിട്ടായിരിക്കും. പിന്നെ അടുത്തത്, വീട്ടിലിരിക്കുന്നതിൻ്റെ കാരണം രക്ഷിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിലാണ് കുട്ടികളുടെ വിജയം. ഇങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞിട്ടോ. നിങ്ങൾ ആ വീഡിയോൻ്റെ കട്ടിങ് ഞാൻ ഇപ്പോൾ ഇട്ടുതരാം, നിങ്ങളൊന്ന് കണ്ടോക്കെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളെ പാരൻസിൻ്റെ സമ്മതമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എടുക്കേണ്ടത്. അതായത് പാരൻസിനോട് വളരെ ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. എന്താ ഉമ്മ, എനിക്കെന്താണ് ഇനി ആകെ 30 ദിവസമാണ് എനിക്കിനി പരീക്ഷയ്ക്കുള്ളത്, 50ഓളം ചാപ്റ്റർ പഠിക്കാനുണ്ട്, സ്കൂളിൽ പോകുമ്പോൾ വളരെ സമയം വേസ്റ്റാണ്, ഞാനിവിടെ നിന്ന് പഠിച്ചോട്ടെ, ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഹാളിൽ നിന്ന് പഠിക്കുക, നിങ്ങൾ നോക്കിക്കോ, ഒരു ദിവസം എന്നെ സമ്മതിക്കുന്നു പറഞ്ഞിട്ട് അവരെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾ പറയണം, എനിക്ക് ഒരുപാട് പാഠം പഠിക്കാനും ഉണ്ടുമ്മ, ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കും, ഞാൻ ഹാളിൽ ഇരുന്ന് പഠിക്കാം എന്നൊക്കെ മാതാപിതാക്കളായിട്ട് തുറന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങളെ മോന് അങ്ങനെ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ സമ്മതിക്കൂലേ? നിങ്ങൾക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ? അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂലേ? അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിനാണ് ഇവരിങ്ങനെ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ നിരന്തര മൂല്യനിർണ്ണയം സി അധ്യാപകരുടെ വജ്രായുധമാണ്. പക്ഷെ അതിലൊന്നും കാര്യമില്ല, ആ മാർക്കൊക്കെ വിദ്യാഭ്യാസത്തിനൊന്നും ഫെബ്രുവരി തുടങ്ങുന്ന മോഡൽ പരീക്ഷയെ ഗൗരവമായി എടുക്കരുത്. അതായത് ഫെബ്രുവരി 17 തുടങ്ങുന്ന മോഡൽ പരീക്ഷയെ ഗൗരവമായി എടുക്കരുതെന്നും പറയുന്നു. സംഭവം ഈ കാണുന്ന ഞാൻ ഇപ്പം തന്ന ലിങ്കുള്ള വീഡിയോയിൽ അങ്ങനെ ഒരു പരാമർശമേ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് മറ്റാരോ എഴുതി കൊടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്താണ് അങ്ങ് പ്രസിദ്ധീകരിച്ചാന്ന് എനിക്ക് തോന്നാനുള്ള കാരണം. അത് മറ്റൊരു വീഡിയോയിലാണല്ലോ സാറേ. അതിനൊക്കെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് എന്നെക്കുറിച്ച് ഒരു എഴുതിയ ഒരു ലേഖനത്തിന് ചെറിയൊരു പാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് പലയിടങ്ങളിലായും ഒരുപാട് നല്ല അധ്യാപകരെ പരിചയപ്പെടാൻ സാധിച്ചു. +2 മുഴുവൻ ഉഴപ്പിയ ഞാൻ അവസാനം അജാസ്ക യൂട്യൂബിലിട്ട വീഡിയോയിൽ പറഞ്ഞ കാര്യം കേട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. എടാ, നിങ്ങളോട് +2 റിസൾട്ട് ആരെങ്കിലും ചോദിച്ചാൽ മോഡൽ എക്സാമിന് ഫുൾ A+ ഉണ്ടായിരുന്നോ എന്നാണോ, അതോ ബോർഡ് എക്സാമിന് ഫുൾ A+ ഉണ്ടായിരുന്നു എന്നാണോ പറയുക? മോഡലിൽ നിന്ന് പഠിക്കുന്നത് എത്രയാണോ അത് വൃത്തിയിൽ പഠിച്ച് ബാക്കിയുള്ളത് മോഡൽ കഴിഞ്ഞ് ഭംഗിയായി പഠിക്കാം. മോഡലിൽ മാർക്ക് കിട്ടാനായി വെറുതെ ഒപ്പിച്ച് പഠിക്കരുത്. അജാസ്ക പറഞ്ഞതുപോലെ ചെയ്തു. എൻ്റെ +2 കെമിസ്ട്രി മോഡലൊക്കെ ഞാൻ പാസ്സായിട്ടുണ്ടാവാൻ പോലും സാധ്യതയില്ല. ഇനി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ആൻഡ് ഈ കുട്ടിയെ അജാസ്ക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നതിനേക്കാൾ ഉപരി ഈ പയ്യനിപ്പോൾ എവിടെയാണ് പഠിക്കുന്നത്? ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. ഇവൻ മാത്രമല്ല, ഇതേപോലെ എന്താണ് എൻ്റെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഉപദേശം കേട്ടിട്ട് ഒത്തിരി ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും അതേപോലെ തന്നെ IITകളിലും NITയിലൊക്കെ പഠിക്കുന്നുണ്ട്. അതും സാധാ ചുറ്റുപാടിൽ വന്നിട്ട് സാധാ സ്കൂൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ട മക്കൾ ഇതുപോലത്തെ ചില തെറ്റിദ്ധാരണജനകമായ എന്താ പറയുക ഉപദേശങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഇങ്ങനെ എത്തിപ്പെടുത്തിട്ടുണ്ടെന്നും കൂടെ വളരെ വിനയപൂർവ്വം പറയാണ്. സോ ഒരിക്കൽ കൂടെ മാതൃഭൂമിയോടും മാതൃഭൂമി ഈ വാർത്ത എഴുതിയ ലേഖകനോട് എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ 100% ഉറച്ചു നിൽക്കുന്നു. പരീക്ഷാ സമയം അടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ പഠിക്കാനാണ് എന്ത് ചെയ്യേണ്ടത്, അവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്കൂളിൽ നിന്നാണ് പഠിക്കാൻ പറ്റുന്നത്, സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുക. അറ്റൻഡൻസ് 80% അവർക്ക് ഏകദേശം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അതിൽ ഞാൻ 100% ഉറച്ചു നിൽക്കുന്നു. എന്ന് മാത്രമല്ല, മക്കളൊക്കെ ഇതുവരെ ഒന്നും പഠിച്ചു തീർക്കാത്ത കുട്ടികൾ മോഡൽ എക്സാമിന് വീണ്ടും എന്താണ് ഒപ്പിച്ച് പഠിച്ചിട്ട് വെറുതെ കുറച്ച് മാർക്ക് വാങ്ങുന്നതിനേക്കാൾ ഏതൊക്കെ പാഠഭാഗമാണോ മോഡൽ എക്സാമിന് ഭംഗിയായി പഠിച്ചത് അതൊന്നും കൂടി ഉഷാറാക്കി പഠിച്ചിട്ട് ബാക്കിയുള്ള പാർട്ട് മോഡൽ എക്സാമിന് ശേഷം പഠിക്കുന്നതാണ് നല്ലതെന്നും ഞാൻ എന്താണ് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ സമയത്ത് ഒരിക്കൽ കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മാതൃഭൂമിയോട് എനിക്ക് പറയാനുള്ള കാര്യം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അതായത് നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ മാത്രം വലിയ കമ്പനിയൊന്നും അല്ല ഞങ്ങൾ എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ നിങ്ങൾക്ക് പരസ്യം തന്നാൽ മാത്രമേ ഇവിടെ ബിസിനസ് ചെയ്യാൻ അനുവദിക്കൂ എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഷ്യമെങ്കിൽ വളരെ വിനയപൂർവ്വം പറയട്ടെ, അതിന് ഞങ്ങൾ ഒരുക്കമല്ല. കാരണം നിങ്ങൾക്ക് തരുന്ന പൈസയെക്കാളും ഞങ്ങളുടെ ടെക്നോളജിയിലും ഞങ്ങൾ അഡാപ്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് കൂടുതൽ നല്ലത്. അതുകൊണ്ട് തന്നെ എന്താണ്, പരസ്യം തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെ വാർത്ത ചെയ്യുമെന്നങ്ങ് പേടിപ്പിക്കാന്നാണെങ്കിൽ ആ വാർത്ത ഞങ്ങൾ ഇതേപോലെ എന്താണ് ഞങ്ങളുടെ ചാനലിലൂടെ ആ വാർത്തയുടെ സത്യാവസ്ഥ ജനങ്ങളെ ഞങ്ങൾ അറിയിക്കാൻ
തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വളരെ വിനയപൂർവ്വം പറയുന്നു. ഇനി നിങ്ങൾക്ക് ഞാൻ ഇത്രയും കേരളത്തിലെ മക്കളുടെ കാര്യത്തിൽ ഇത്രയും ആശങ്കകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു വീഡിയോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു വാർത്ത നിങ്ങൾ കൊടുത്തു, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ലേണിംഗ് ആപ്പ്, അതായത് എല്ലാ ആപ്പുകളും നിങ്ങൾ നിരത്തി വെച്ചിട്ട് എഡ്യൂപോർട്ടിൻ്റെ ആപ്പ് എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചു. അതായത് നിങ്ങൾക്ക് നിങ്ങളോട് ഈ വാർത്ത നൽകാൻ പറഞ്ഞ ടീം ഉണ്ടാവല്ലോ, അവരുടെ ആപ്പ് എന്ത് ചെയ്തോ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, എന്നിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി എത്രമാത്രം ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മക്കൾ ഏറ്റവും എളുപ്പത്തിൽ ടെൻഷൻ ഇല്ലാതെ പഠിക്കാൻ എന്തുമാത്രം എഫേർട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വാർത്തയായി കൊടുക്കുക. ആൻഡ് ഇങ്ങനെ സ്കൂളിൽ ലീവാക്കണമെന്ന് മാത്രമല്ല എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫോൺ അഡിക്ഷൻ എങ്ങനെ ഒഴിവാക്കാമെന്ന് മക്കളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉറക്കം എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അടുത്ത 30 ദിവസം എങ്ങനെയായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പഠിച്ചതൊക്കെ മറന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നമ്മളുടെ ചാനലിൽ പബ്ലിക്ലി അവൈലബിൾ ആണ്. പറ്റുമെങ്കിൽ കുട്ടികൾക്ക് അതും ഉപകാരപ്പെടുന്നു കരുതിയിട്ട് ആ വീഡിയോയെക്കുറിച്ചും ഇതേപോലെ വാർത്ത തരിക, ഫോട്ടോ വെക്കാമെന്ന് മാത്രം എന്തുള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഏറ്റവും അവസാനം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മാതൃഭൂമി പോലത്തെ ഒരു കുത്തക പത്രത്തിൻ്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ അടിയറ വെക്കാൻ എന്തായാലും എന്തില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങളുടെ വിശ്വാസത്തിൽ. കാരണം ഞങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത്രയും കാലം നിലകൊണ്ടത്. അത് അവസാനം വരെ വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഒരിക്കൽ കൂടെ എന്താണ് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ആൻഡ് ഞാനീ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും മറ്റു പാരൻസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ സാധാരണ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും 10,000-ഉം ലക്ഷവും ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ട സമയത്ത് അത് 500-ഉം 1000-ഉം ആക്കി മാറ്റിമറിക്കുന്നതിൽ എഡ്യൂപോർട്ടിന് ഒരുപാട് പങ്കുണ്ടെന്ന് മാത്രമല്ല, ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥാപനം ഇവിടെ നിലനിന്നാൽ മറ്റ് കുത്തകകൾക്ക് എന്താ പറയുക, അവരുടെ തോന്നിവാസം നടത്താൻ ഒരുപക്ഷെ അവസരം ഉണ്ടാവില്ല എന്ന് കരുതിയായിരിക്കും മാതൃഭൂമിയെ പോലത്തുള്ള പത്രങ്ങൾ അവർ കൂട്ടുപിടിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഞാനീ പറയുന്നത് ശരിയാണെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ബാക്കി എല്ലാ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ പാരൻസിനും നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടി അയച്ചു കൊടുക്കുക. കാരണം ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും. ആ തെറ്റിദ്ധാരണ മാറണം.